ഈ അടഞ്ഞ് വീട്ടിൽ കിടക്കുന്ന രോഗികളും അല്ലാതെ കിടപ്പ് രോഗികളും ആയവരെ എല്ലാവരെയും ഒന്ന് പുറത്തേക്ക് എത്തിക്കുക, അവർക്കൊരു സന്തോഷം അതൊക്കെ നൽകുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ചാനൽ 10 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരൂർക്കാട് വാവാസ് ഓഡിറ്റോറിയത്തിലാണ്. തിരൂർക്കാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹസ്പർശം 2024 ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരുപാട് മനോഹരമായ കലാവിരുന്നുണ്ട്. പ്രിയപ്പെട്ട രോഗികൾ പലരും എത്തിച്ചേർന്നിട്ടുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നമ്മുടെ സംഘാടകർ സംഘടിപ്പിക്കാറുണ്ട്. തിരൂർക്കാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്നേഹസ്പർശം 2024 എന്ന പേരിൽ രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം തിരൂർക്കാട് വാവാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. കിടപ്പിലായി പോയ രോഗികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ മാനസിക സന്തോഷത്തിനും വേണ്ടിയാണ് എല്ലാ വർഷങ്ങളിലും പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ രോഗി സംഗമം നടത്തിവരുന്നത്. പരിപാടി മഞ്ഞളാംകുഴി ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഉമ്മർ അറയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന രോഗികളുടെ മാനസിക സന്തോഷത്തിനു വേണ്ടിയും അവരുടെ സുഹൃത്തുക്കളുമായി വീണ്ടും സമയം ചെലവഴിക്കുന്നതിനും വേണ്ടിയാണ് രോഗി സംഗമം നടത്തുന്നതെന്ന് ഉമ്മർ അറയ്ക്കൽ പറഞ്ഞു. ഞങ്ങൾ വർഷങ്ങളായി അവരുടെ വീടുകളിൽ ചെന്ന് പരിചരിക്കുകയും മരുന്ന് നൽകുകയും അവർക്കായ ആവശ്യമായ ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം അവർക്ക് പുറം ലോകം കാണുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കൽ കൂടി. അവരുടെ പഴയകാല പരിചയക്കാരെയെല്ലാം കാണാനും ബന്ധപ്പെടാനും ആ സൗഹൃദമൊന്ന് പുതുക്കാനും അവസരമൊരുക്കുക എന്നതുകൂടി ഈ പരിപാടിയുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അതും അവരുടെ അസുഖത്തിന് ഭേദമാക്കാൻ സഹായിക്കുന്ന ഒരു സംരംഭം എന്ന നിലയിലാണ് പാലിയേറ്റീവ് സൊസൈറ്റി ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. രോഗികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ സംഗമം നടത്തിവരുന്നതെന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചർ വ്യക്തമാക്കി. സ്വാതന്ത്ര്യം നൽകേണ്ട കുറേ രോഗികളും അതുപോലെ തന്നെ നമ്മളെ കൂടപ്പുറപ്പുകളെ ഇത് നമ്മൾ എല്ലാ കൊല്ലവും നടത്തി വരാറുണ്ട്. അത് അവർക്ക് ഈ അടഞ്ഞ് വീട്ടിൽ കിടക്കുന്ന രോഗികളും അല്ലാതെ കിടപ്പ് രോഗികളും ആയവരെ എല്ലാവരെയും ഒന്ന് പുറത്തേക്ക് എത്തിക്കുക, അവർക്കൊരു സന്തോഷം അതൊക്കെ നൽകുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിന് നമ്മൾ എല്ലാവരും അതിന് സഹകരിക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കിതൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. കിടപ്പിലായവരെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും അതിന് വലിയ സന്തോഷത്തോടെയാണ് ഇവരെയൊക്കെ പുറത്തേക്ക് എത്തിക്കുന്നത്. രോഗികൾക്കായി കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ദാമോദരൻ, ഷംഷാദ് ബീഗം, കോറഡൻ റംല, എ ജസീന, ഷിഹാബ്, സാലിഹ നൌഷാദ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് വാക്കാട്ടിൽ സുനിൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. വാവാസ് ഓഡിറ്റോറിയം അക്ഷരാർത്ഥത്തിൽ വലിയ സന്തോഷത്തിന്റെ ഭാഗമാവുന്നു. എല്ലാവരും അവരുടെ സങ്കടങ്ങളെല്ലാം മറന്ന് ഈ ഒരു ആശ്വാസത്തിന്റെ തണലിൽ ഒത്തൊരുമിക്കുകയാണ്. എല്ലാവരുടെയും മുഖങ്ങളിൽ ഈ വലിയ സന്തോഷം കാണുന്നു, വലിയ ആശ്വാസം കാണുന്നു. അവരെല്ലാം മറക്കാൻ ശ്രമിക്കുന്നു. ഒത്തൊരുമയോടുകൂടെ ഈ സംഗമം സ്നേഹസ്പർശം മുമ്പോട്ട് പോവുകയാണ്. ഈ വലിയ സന്തോഷ നിമിഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് ക്യാമറമാൻ ഷാനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.